ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. മംഗലം ഗ്രാമപഞ്ചായത്തിൽ ജലസംരക്ഷണ പ്രവർത്തികൾക്ക് തുടക്കമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് പ്രവർത്തികൾ നടക്കുന്നത്. കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദമായാണ് പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ളത്. ജലസംരക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി നിർവഹിച്ചു. മഴക്കാലം ആരംഭിക്കുന്നതിന് മുമ്പ് മംഗലം പഞ്ചായത്ത് പരിധിയിലെ ജലാശയങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾക്കാണ് ഗ്രാമപഞ്ചായത്ത് തുടക്കം കുറിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് പ്രവർത്തികൾ നടക്കുന്നത്. 30 ലക്ഷത്തോളം രൂപ അടങ്കൽ വരുന്ന 12 തോടുകളുടെ നവീകരണ പ്രവർത്തനങ്ങളും 3 ജലസേചന കുളങ്ങളുടെ നിർമ്മാണവുമാണ് പുരോഗമിക്കുന്നത്. മംഗലം പഞ്ചായത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുകൂടി പ്രവേശിച്ച് തിരുപ്പൊന്നാനിപ്പുഴയിൽ പതിക്കുന്ന പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സായ വലിയ തോടിന്റെ നവീകരണമാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ ഭൂഗർഭ ജലവിതരണം ഉയർത്തുന്നതിനും അതുവഴി സമീപ പ്രദേശങ്ങളിലെ കിണറുകളിൽ ശുദ്ധജലം ഉറപ്പുവരുത്തുന്നതിനും ഈ പ്രവർത്തികളിലൂടെ സാധ്യമാകും. കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് പരിസ്ഥിതി സൗഹൃദമായാണ് പ്രവർത്തികൾ ഏറ്റെടുത്തിട്ടുള്ളത്. ജില്ലയിൽ കയർ ഭൂവസ്ത്രം വിതരണം ചെയ്യുന്നതിന് ചുമതലയുള്ള ആലപ്പുഴയിലെ ഫോം മാഡിക്സ് ഇന്ത്യ ലിമിറ്റഡാണ് കയർ ഭൂവസ്ത്രം വിതരണം ചെയ്യുന്നത്. ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പ്രസിഡന്റ് CP കുഞ്ഞുട്ടി നിർവഹിച്ചു. മഴക്കാലത്ത് കൃത്യമായ നീരൊഴുക്കും അതോടൊപ്പം തന്നെ വേണ്ടി വന്നാൽ വേനൽക്കാലത്ത് വെള്ളം കെട്ടി നിർത്താനുള്ള ഒരു ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതിയാണ് ഇത് മൂലം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നേതൃത്വം നൽകുന്ന അക്രഡിറ്റ് എഞ്ചിനീയർ, ഓവർസിയർമാർ എല്ലാവർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഇതിൽ കൃത്യമായ ഭാഗധേയത്വം വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇത്തരം നല്ലതായിട്ടുള്ള പ്രവർത്തനം ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇബ്രാഹിംകുട്ടി, വാർഡ് മെമ്പർ വാസുദേവൻ എന്നിവർ സംബന്ധിച്ചു. മംഗലം പഞ്ചായത്തിൽ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കൂടുതലും ജലസംരക്ഷണ പ്രവർത്തികളാണ് നമ്മളിപ്പം ഏറ്റെടുത്തിട്ടുള്ളത്. മഴ എത്തുന്നതിന് മുൻപ് ഇവിടെയുള്ള ജലാശയങ്ങൾ അതിൽ നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഏകദേശം 12ഓളം തോടുകളുടെയും പ്രവൃത്തിയാണ് നടക്കുന്നത്. അതേപോലെ 5 കുളങ്ങളുടെ പ്രവർത്തനം നടന്നു വരുന്നുണ്ട്. പിന്നെ എല്ലാം പ്രകൃതി സൗഹൃദമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം കയർ ഭൂവസ്ത്രം വിരിച്ചിട്ട് കോൺക്രീറ്റൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആലപ്പുഴയിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള കയർ ഭൂവസ്ത്രം ഉപയോഗിച്ചിട്ട് തോടിൻ്റെ വശങ്ങൾ ബലപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം 30 ലക്ഷത്തോളം രൂപ വരുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പഞ്ചായത്തിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മെയ് മാസം അവസാനത്തോടുകൂടി ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ പൂർത്തീകരിക്കും. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വീരാൻകുട്ടി അരിക്കാട്ടിൽ, അസിസ്റ്റന്റ് സെക്രട്ടറി S അനീഷ്, തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റ് എഞ്ചിനീയർ ഷഹീൻ ഷാജഹാൻ, ഓവർസിയർ CT ഷറഫ് അലി എന്നിവർ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങളാണ് നൽകുന്നത്. മെയ് മാസം അവസാനത്തോടെ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി പറഞ്ഞു.